ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തിരുവനന്തപുരം തുമ്പയിൽ വന്ന് 2 ദിവസം തങ്ങണമെങ്കിൽ അവിടെ നടന്നത് വെറുമൊരു റോക്കറ്റ് വിക്ഷേപണ പരാജയം മാത്രമല്ലെന്ന് ഏതാണ്ട് ഉറപ്പിക്കാം. സാധാരണ ഒരു സാങ്കേതിക തകരാർ വിലയിരുത്താൻ ISRO ചെയർമാനോ ശാസ്ത്രജ്ഞരോ ഒക്കെ മതിയാകും. പക്ഷേ പ്രധാനമന്ത്രിയുടെ വലം കൈ തന്നെ നേരിട്ടെത്തിയിട്ടുണ്ടെങ്കിൽ തുമ്പയിൽ പുകയുന്നത് സാധാരണ പുകയല്ല, അത് ദേശസുരക്ഷയെ ബാധിക്കുന്ന എന്തോ ഒന്ന് തന്നെയാണ്. PSLV റോക്കറ്റ് വിക്ഷേപണങ്ങൾ പരാജയപ്പെട്ടതിനെ കുറിച്ച് അന്വേഷിക്കാനാണ് അജിത് ഡോവൽ തുമ്പയിലെ VSSCയിൽ എത്തിയത്. ചുരുങ്ങിയത് 2 ദിവസത്തോളം അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ നേരത്തെ VSSC സമർപ്പിച്ച റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തള്ളിക്കളഞ്ഞു എന്നതാണ്. ആ റിപ്പോർട്ടിൽ പ്രധാനമന്ത്രിക്ക് തൃപ്തിയില്ല. തുടർന്നാണ് കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്താൻ സാക്ഷാൽ അജിത് ഡോവലിനെ തന്നെ ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം ശാസ്ത്രജ്ഞരുമായി കൂടിക്കാഴ്ച നടത്തുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഇതൊരു സാധാരണ സന്ദർശനമല്ല, മറിച്ച് കർശനമായ ഒരു ഓഡിറ്റിംഗ് ആണ് നടന്നതെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇവിടെയാണ് നമ്മൾ ചോദിക്കേണ്ട യഥാർത്ഥ ചോദ്യം. എന്തിനാണ് ഒരു സാങ്കേതിക പിഴവ് അന്വേഷിക്കാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തന്നെ നേരിട്ട് വരുന്നത്? PSLV പരാജയപ്പെട്ടത് സാങ്കേതിക തകരാർ കൊണ്ടാണോ, അതോ ആരെങ്കിലും ബോധപൂർവം പരാജയപ്പെടുത്തിയതാണോ? ഈ സംശയം ബലപ്പെടാൻ കാരണമുണ്ട്. ഇന്ത്യയുടെ അഭിമാനമായ പദ്ധതികൾ പരാജയപ്പെടുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കൈകൾ ആരുടേതാണ്? രാജ്യത്തിന് എന്ത് നേട്ടമുണ്ടായാലും അതിന്റെ അമരത്ത് ഒരു മലയാളി ഉണ്ടാകാറുണ്ട് എന്നത് ഒരു സത്യം തന്നെയാണ്. എന്നാൽ രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഇത്തരം പരാജയങ്ങൾക്ക് പിന്നിലും ഇതേ മലയാളികളുടെ സാന്നിധ്യം നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അജിത് ഡോവലിനെ പോലെ ഒരാൾ തുമ്പയിൽ വന്ന് അന്വേഷണം നടത്തേണ്ടി വരുന്നു എന്ന് പറയുന്നത് കേരളത്തിന് ഒട്ടും ഭൂഷണമായ കാര്യമല്ല. കേരളത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കണം. ഇവിടെ BJP വിരുദ്ധത എന്നത് വളർന്ന് രാജ്യവിരുദ്ധതയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. രാഷ്ട്രീയ വിയോജിപ്പുകൾക്കപ്പുറം രാജ്യത്തിന്റെ നേട്ടങ്ങളെപ്പോലും അട്ടിമറിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇകഴ്ത്തി കാട്ടുന്ന തലത്തിലേക്ക് ഈ വിരോധം വളർന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ചൈനയോടുള്ള അമിതമായ പ്രേമമൊക്കെ കുപ്രസിദ്ധമാണ്. അതുപോലെ ഇവിടെയുള്ള ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് പാകിസ്ഥാനോടുള്ള മൃദു സമീപനവും ഒട്ടും രഹസ്യമല്ല. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചപ്പോൾ പോലും ആഘോഷിക്കുന്ന മനോഭാവമുള്ളവർക്കിടയിൽ ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾ തകർക്കാൻ ആരെങ്കിലും കൂട്ടുനിന്നാൽ അത്ഭുതപ്പെടാനില്ല. പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയുടെ ചിറകരിയാൻ നടക്കുന്നവർക്ക് നമ്മുടെ ശാസ്ത്രീയ സ്ഥാപനങ്ങളിൽ നുഴഞ്ഞു കയറാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാവാം ഡോവൽ ഒരുപക്ഷെ തുമ്പയിലെത്തിയത്. അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്നത് വലിയ വെളിപ്പെടുത്തലുകളാവും. എന്തായാലും ഒന്നുറപ്പാണ്, ന്യൂഡൽഹി എല്ലാം കാണുന്നുണ്ട്. കേരളം ഇന്ത്യക്ക് പുറത്തല്ല എന്നും ഇവിടെ നടക്കുന്ന ദേശവിരുദ്ധ പ്രവണതകൾക്ക് അതിനു നേരെ കേന്ദ്രം കണ്ണടക്കില്ല എന്നുമുള്ള വ്യക്തമായ സന്ദേശമാണ് അജിത് ഡോവലിന്റെ സന്ദർശനം. PSLV പരാജയപ്പെട്ടത് വെറും യന്ത്ര തകരാർ കൊണ്ടാണെങ്കിൽ അത് തിരുത്താം. മറിച്ച് അത് മനഃപൂർവ്വമുള്ള അട്ടിമറിയാണ് എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരായാലും അവർക്കുള്ള മറുപടി കനത്തതായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.